ഇന്നുണ്ടല്ലോ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നമ്മളൊന്ന് പുറത്തു പോകണം. അപ്പൊ എങ്ങിട്ടാ പോകുന്നതെന്ന് വെച്ചാല് വേറെ എങ്ങോട്ടും അല്ല, നമ്മൾ സ്വന്തം അട്ടപ്പാടിയിലേക്കാണ്. അട്ടപ്പാടിയിൽ ജനിച്ചു വളർന്ന ആളാണെന്നുണ്ടെങ്കിലും അട്ടപ്പാടി ഇത്രയും ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ അറിയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ്. പിന്നെ നമ്മൾ ഈ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് നമ്മൾ ഈ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുമ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ അടക്കം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓൾക്ക് ഓലെ കുട്ടികളെ ഒട്ടും ഇഷ്ടമില്ല, ഓലെ എങ്ങോട്ടും കൊണ്ടുപോകില്ല, ഓൾക്ക് എപ്പോഴും ഓളുടെ കൂടെ പോകാനാണ് ഇഷ്ടം ഇന്ന്. പക്ഷേ എല്ലാവരുടെ കാര്യം നമുക്കറിയില്ല. പക്ഷെ നമ്മളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ മക്കൾ തന്നെയാണ്. പക്ഷെ മക്കളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മളെ ഹസ്ബൻഡും വൈഫും അല്ലാതാവുന്നില്ലല്ലോ. മക്കളുടെ ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും അവരുടേതായ വഴിക്ക് പോകും. ഇനിയിപ്പോൾ സ്റ്റഡീസിനാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ജോലിക്ക് അങ്ങനെ. പക്ഷേ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിലും ഇനിയിപ്പോൾ എത്ര വയസ്സായാലും നമ്മൾ വിട്ടു പോവാതെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുക നമ്മളെ പാർട്ട്ണർ മാത്രമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും മക്കളോട് മാത്രമേ പോവുള്ളൂ എന്നൊന്നും വാശി പിടിക്കാൻ പറ്റില്ല. പാർട്ട്ണറോട് മാത്രമായിട്ടും ഇതേപോലെ കുഞ്ഞു ട്രിപ്പൊക്കെ പോകണം കേട്ടോ. ആണുങ്ങൾക്ക് അങ്ങനെ എപ്പോഴും പുറത്ത് പോകുന്നതുകൊണ്ട് അതൊരു വലിയ വിഷയമായിരിക്കില്ല. പക്ഷെ നമ്മൾ ഈ പെണ്ണുങ്ങൾ അധികം പുറത്തിറങ്ങാത്തതുകൊണ്ട് തന്നെ ഇതേപോലെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊരു വേറെ ലെവൽ തന്നെയാണ്. പിന്നെ മക്കളെ ആവശ്യമുള്ള സ്ഥലത്തേക്കെല്ലാം നമ്മൾ കൊണ്ടുപോകാറുണ്ട്, അവർക്ക് ആവശ്യമുള്ള എൻജോയ്മെൻ്റ് ഒക്കെ നമ്മൾ കൊടുക്കാറുമുണ്ട്. അപ്പോൾ അട്ടപ്പാടിയിൽ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണണ്ടേ, അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.